നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് തിരൂരിൽ UDF പ്രവർത്തകരുടെ പ്രകടനം. താഴെപ്പാലത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം ബസ് സ്റ്റാൻഡ് ചുറ്റി റിംഗ് റോഡ് ജംഗ്ഷനിൽ സമാപിച്ചു. UDF നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് റാലി ഒരുക്കിയത്. കേരള ജനത ആഗ്രഹിച്ച മുഖ്യമന്ത്രിയെയാണ് VD സതീശനിലൂടെ സ്വന്തമായിരിക്കുന്നതെന്ന് സമാപന സംഗമത്തിൽ സംസാരിച്ച ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി വെട്ടം ആലിക്കോയ പറഞ്ഞു. DCC ജനറൽ സെക്രട്ടറി യാസർ പൊട്ടച്ചോല, UDF മുനിസിപ്പൽ ചെയർമാൻ യാസർ പയ്യോളി, കൺവീനർ PV സമദ്, നൌഷാദ് എന്ന കുഞ്ഞിപ്പ, ഗോപാലകൃഷ്ണൻ, അസീസ് മാവുങ്ങുന്ന്, മൊയ്തുഷ, നൌഷാദ് കണ്ടാത്തിയിൽ, KK റിയാസ്, നൌഷാദ് പരന്നേക്കാട്, ആമിനുമോൾ തറമ്മൽ, അഡ്വക്കേറ്റ് സെബീന, IP സാജിറ തുടങ്ങിയവർ നേതൃത്വം നൽകി. വലിയ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ നേരിട്ട് തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കപ്പെടാവുന്ന രീതിയിൽ തെരഞ്ഞെടുത്ത് വന്ന കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ പേരാണ് VD സതീശൻ എന്ന കാര്യം കേരളം ഇന്ന് അഭിമാനത്തോടെ ഉപയോഗിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിലുണ്ടായ എല്ലാ രാഷ്ട്രീയപരമായ പ്രശ്നങ്ങളിൽ നേരിട്ടിടപെട്ട് കേരളീയ സമൂഹത്തെ യഥാർത്ഥത്തിൽ ജനാധിപത്യ സംവിധാനത്തിന്റെ കൂടെ നിർത്തി വലിയ രീതിയിൽ അധർമ്മികാരികളിയ ഒരു ഭരണകൂടത്തെ തിരിച്ചറിയാൻ നേതൃത്വം നൽകിയ VD സതീശൻ അവർക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയം തന്നെ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനത മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് കർമ്മം കൊണ്ട് പ്രവർത്തിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പേരാണ് VD സതീശൻ എന്ന കാര്യം കേരളമെന്ന് അഭിമാനത്തോടുകൂടി ഓർക്കുകയാണ്. ഒരുപക്ഷെ കേരളത്തിൽ പല രീതിയിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടെങ്കിൽ പോലും ജനകീയ വികാര പ്രവർത്തനത്തിലൂടെ കൊണ്ടുവന്ന് കേരളത്തിൻ്റെ ജനസമക്ഷം പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് ജനകീയമായ പിന്തുണ നേടിയിട്ടുള്ള ഒരു ഗവൺമെന്റിന്റെ അധിപൻ എന്ന നിലയിൽ കേരളം വളരെ വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ഗവൺമെന്റ് സംവിധാനത്തിലേക്ക് പോകാനിരിക്കാൻ ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന പാർട്ടിക്ക്, അദ്ദേഹത്തിന്റെ കൂടെ നിന്ന മുന്നണിക്ക്, അദ്ദേഹത്തിന്റെ കൂടെ നിന്ന പ്രവർത്തകന്മാരുടെ സന്തോഷം പങ്കുവെക്കുക എന്നതാണ് ഈ പ്രധാന പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വരാനിരിക്കുന്ന നാടുകളിൽ 10 വർഷക്കാലം ഈ നാട് ഭരിച്ചിട്ടുള്ള സർക്കാരിനെതിരായുള്ള പോരാട്ടം നടത്തിയിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു നേതാവ് കേരളം ഭരിക്കുമ്പോൾ കേരളം അഭിമാനം കൊള്ളുന്ന തരത്തിൽ ഈ ഭരണചക്രം മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞ് ഈ പരിപാടിയിൽ പങ്കെടുത്ത നിങ്ങൾ എല്ലാവരെയും ഞാൻ വളരെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഈ മഴയുടെ ഒക്കെ സമയം കഴിഞ്ഞ് ജാൻ മീഡിയ ന്യൂസ് തിരൂർ.